ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. മഹത്വപൂർണനായ കർത്താവിന്റെ അനുഗ്രഹീത നാമത്തിന് മുന്നിൽ ആരാധനയുടെ സ്തോത്രപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. കുഞ്ഞെ, കഴിഞ്ഞ രാത്രിയിൽ കർത്താവിന്റെ ശാശ്വത ഭുജങ്ങളിൽ ഉറങ്ങാൻ കിടന്നതുകൊണ്ട് അവൻ നമ്മെ വിളിച്ചുണർത്തി. അതുകൊണ്ടാ ഇന്ന് പുലരിയിൽ ഉണർന്നിരിക്കുന്നത്. ഈ പുതിയ ദിവസം എന്തൊക്കെ തരണം ചെയ്യണമെന്ന് നമുക്കറിയില്ല. ഇനിയുള്ള നാളുകളിൽ എന്തൊക്കെയാ നമ്മെ കാത്തിരിക്കുന്നതെന്നും ആർക്കും നിശ്ചയമില്ല. എന്നാൽ കുഞ്ഞെ, നിന്റെ കാലഗതികൾ അവന്റെ കയ്യിലാണെന്ന് വചനം പറയുന്നു. നിന്റെ ജീവിതത്തിൽ വേലാൽ സംഭവിക്കാനുള്ളത് എന്താണെന്നറിയാവുന്ന ദൈവം. ആമേൻ. അവിടുന്ന് പറയുന്നത് കേൾക്കാൻ അല്പസമയം നമുക്ക് വേർതിരിക്കാം. കരുണയുള്ള കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം. ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഏറെ പരിചിതമാണല്ലോ സങ്കീർത്തന വേദഭാഗം. 89-ാം സങ്കീർത്തനത്തിലെ 20 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാ. ശ്രദ്ധിച്ചാട്ടെ. ഞാൻ എന്റെ ദാസനായ ദാവീദിനെ കണ്ടെത്തി, എന്റെ വിശുദ്ധ തൈലം കൊണ്ട് അവനെ അഭിഷേകം ചെയ്തു. എന്റെ കൈ അവനോടുകൂടെ സ്ഥിരമായിരിക്കും, എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ശത്രു അവനെ തോൽപ്പിക്കയില്ല, വഷളൻ അവനെ പീഡിപ്പിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ വചനം പറയുന്നു, ശത്രു അവനെ തോൽപ്പിക്കത്തില്ല, വഷളൻ അവനെ പീഡിപ്പിക്കത്തില്ല. എന്തുകൊണ്ടാ ദൈവമക്കളെ തോൽപ്പിക്കാൻ ശത്രുവിന് കഴിയാത്തത്? പ്രാർത്ഥിക്കുന്നവന്റെ തലമുറയെ പീഡിപ്പിക്കാൻ വഷളന് കഴിയാത്തത് എന്തുകൊണ്ടാ? ശത്രുവില്ലാത്തതുകൊണ്ടാണോ? വഷളന്മാർ നാടുവിട്ടതുകൊണ്ടാണോ? നാശം കാത്തിരിക്കുന്ന ശത്രുവുണ്ടായിട്ടും വഷളാക്കാൻ നടക്കുന്ന ദുഷ്ടന്മാർ തുറച്ചു നോക്കുന്ന കണ്ണുകളോടെ പതിയിരുന്നിട്ടും നീ തോറ്റുപോയില്ല. നിന്റെ സന്തതി പീഡിപ്പിക്കപ്പെട്ടില്ല. ഹല്ലേലൂയ. ശത്രു തന്റെ ആയുധം പ്രയോഗിക്കാതിരുന്നിട്ടാണോ? അല്ല കേട്ടോ. ദുഷ്ടത ചെയ്തുവിട്ട ആയുധങ്ങൾ നിരവധിയല്ലേ. വഷളൻ പലവട്ടം പീഡിപ്പിക്കാൻ നോക്കിയില്ലേ? മാനസിക പീഡനം, ടെൻഷൻ, ആങ്സൈറ്റി, രോഗങ്ങൾ, ബാധ്യത, കടഭാരം, ഞെരുക്കം, അപമാനം, ഒറ്റപ്പെടുത്തൽ, കുറ്റപ്പെടുത്തൽ, എത്ര ആയുധങ്ങളാ ശത്രു പ്രയോഗിച്ചത്. വഷളൻ കുഞ്ഞെ നിന്റെ നേരെ തൊടുത്തുവിട്ടത് എത്ര ആയുധങ്ങളാ. അല്പമായ ബുദ്ധിമുട്ടൊക്കെ വന്നെങ്കിലും ശത്രു ആഗ്രഹിച്ച നിലയിൽ നീ തകർന്നു പോകാൻ ദൈവം അനുവദിച്ചില്ല. സ്വത്രം. കാരണമുണ്ട്. എന്താ കാരണം? 20-ാം വാക്യം, എന്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തിയതാ, എന്റെ വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തതാ. അതേ മക്കളെ, കർത്താവിന്റെ കണ്ണ് നിന്നെ കണ്ടതുകൊണ്ടാ ഇന്നു പ്രഭാതത്തിലും നീ ദൈവവചനം കേൾക്കുന്നത്. ദൈവം തന്റെ ആത്മാവിനാൽ നിന്നെ അഭിഷേകം ചെയ്തതുകൊണ്ടാ ദുഷ്ടൻ പരിശ്രമിച്ചിട്ടും നീ തകരാതിരിക്കുന്നത്. ഹല്ലേലൂയ. നന്ദി പറയണം കേട്ടോ. ദാവീദ് തന്റെ അനുഭവം പറയുന്നത് ശ്രദ്ധിക്കണം. ശത്രുക്കൾ കാണുകെ ദൈവം എനിക്ക് വിരുന്നൊരുക്കിയതാ. ഹല്ലേലൂയ. ശത്രുവിന്റെ മുൻപിൽ ഒരുക്കപ്പെട്ട വിരുന്ന്. പ്രിയരെ, ശത്രുവിന്റെ മുൻപിൽ ഒരുക്കിയ വിരുന്ന് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ നിന്റെ തലയിൽ അഭിഷേകത്തിന്റെ എണ്ണയുണ്ടായിരിക്കണം. സ്തോത്രം. കഴിവുള്ള പ്രാപ്തിയുള്ള അനേകർ വിരുന്നൊരുക്കപ്പെട്ടിട്ടും സമാധാനത്തോടെ അനുഭവിക്കാൻ കഴിയാതെ നാടുവിട്ടു പോകേണ്ടി വന്നു. ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. മനോരോഗ വിദഗ്ധന്റെ സഹായം തേടേണ്ടി വന്നു. പക്ഷെ ശത്രുവിന്റെ മുൻപിൽ ദൈവമൊരുക്കിയ വിരുന്ന് നീ സമാധാനത്തോടെ അനുഭവിക്കുന്നു. കാരണം മറ്റൊന്നുമല്ല, നിന്റെ തലയിൽ അഭിഷേകത്തിന്റെ എണ്ണയുണ്ട്. ഹല്ലേലൂയ. എന്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി, എന്റെ വിശുദ്ധ തൈലം കൊണ്ട് ഞാൻ അവനെ അഭിഷേകം ചെയ്തു. കുഞ്ഞെ, ഈ അനുഭവം പ്രാപിക്കാൻ ഭാഗ്യം ലഭിച്ചവനാണ് താങ്കളെങ്കിൽ ഉറപ്പാ നിന്നെ അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ കരം നിന്നോട് കൂടെയുണ്ട്. എന്റെ കൈ അവനോട് കൂടെയുണ്ട്, എന്റെ ഭുജം അവനെ ബലപ്പെടുത്തും. ദൈവം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ തന്റെ അഭിഷേകത്താൽ മക്കളെ നിന്നെ നിറയ്ക്കും. അഭിഷേകം നിന്നിൽ പകരപ്പെട്ടെങ്കിൽ, ആരും കൂടെയില്ലെങ്കിലും അഭിഷേകം ചെയ്ത ദൈവത്തിന്റെ കരം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. കുഞ്ഞെ, ദൈവത്തിന്റെ കൈ നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ ശത്രു നിന്നെ തോൽപ്പിക്കത്തില്ല, വഷളൻ നിന്നെ പീഡിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. എന്റെ ദാസനായ ദാവീദിനെ ഞാൻ കണ്ടെത്തി. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് കർത്താവിന്റെ കണ്ണ് നിന്നെ കണ്ടതുകൊണ്ട്, ലോകസ്ഥാപനത്തിന് മുമ്പ് ദൈവം നിന്നെ തെരഞ്ഞെടുത്തതുകൊണ്ട്, സകലകാലത്തിനു മുമ്പേ നിന്നെ മുൻ നിയമിച്ചതുകൊണ്ട്, ക്രൂശിൽ പുത്രൻ രക്തം ചൊരിഞ്ഞ് നിന്നെ വീണ്ടെടുത്തതുകൊണ്ട്, തന്റെ ആത്മാവിനാൽ നിന്നെ അഭിഷേകം ചെയ്തതുകൊണ്ട് ഉറപ്പാ അവന്റെ കൈ നിന്നോടുകൂടെ സ്ഥിരമായിരിക്കും. പ്രിയരെ, തിരുവചനം പരിശോധിക്കുമ്പോൾ ശമൂവേലിന്റെ പുസ്തകത്തിൽ മാത്രം, ശമൂവേലിന്റെ പുസ്തകങ്ങളിൽ മാത്രമായിട്ട് ദാവീദ് ചെന്നെടുത്തൊക്കെയും ദൈവം അവന് ജയം നൽകിയെന്ന് 5 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. മഹാദൈവം അവനെ കണ്ടതുകൊണ്ട്, അഭിഷേകത്താൽ നിറച്ചതുകൊണ്ട്, യഹോവയുടെ കൈ അവനോടുകൂടെ ഇരുന്നതുകൊണ്ട്, അവിടുത്തെ ഭുജം അവനെ ബലപ്പെടുത്തിയതുകൊണ്ട് ചെന്നിടത്തൊക്കെയും അവന് ജയമുണ്ടായി. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, നേരെ വിപരീതമായ സംഭവമാണ് 1 ശമൂവേൽ 30-ാം അധ്യായം 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. ദാവീദും ഒപ്പമുള്ള ജനങ്ങളും ശക്തി ക്ഷയിക്കുവോളം ഉറക്കെ കരയുന്നു. അങ്ങനെയെങ്കിൽ അഭിഷേകം ചുമക്കുന്ന
അവന്റെ ജീവിതത്തിലും കണ്ണുനീരിന്റെ കാലം കടന്നു വന്നേക്കാം. എന്നാൽ മക്കളെ, കണ്ണുനീരിന്റെ കുത്തൊഴുക്കിൽ നീ നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ചെന്നിടത്തൊക്കെയും ജയം പ്രാപിച്ച ദാവീദും കൂട്ടരും ബലമില്ലാതാകുവോളം കരയാനിടയാക്കിയ സംഭവം എന്താ? 30-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കാണാം. അമാലേക്യർ ദാവീദും കൂട്ടരും പാർത്തിരുന്ന സിക്ലാഗ് ആക്രമിച്ചു, പട്ടണം തകർത്തു, വീട് കത്തിച്ചു, ചുട്ടരിച്ചു. തകർത്തിട്ടും തൃപ്തിയാകാതെ എന്തിനാ കത്തിച്ചത്? ഉന്മൂലനാശം വരുത്താൻ വേണ്ടിയാ. കുഞ്ഞെ, നീ ഇവിടെ ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ അടയാളം പോലും ശേഷിപ്പിക്കാതിരിക്കാനാ അതാ ദുഷ്ടൻ ആഗ്രഹിക്കുന്നത്. പട്ടണം കത്തിച്ചു, ചാരക്കൂമ്പാരമാക്കി മാറ്റി. സ്തോത്രം. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. സ്ത്രീകളൊക്കെ പെട്ടെന്ന് കരയും, പുരുഷൻ കരയാൻ മടിച്ചു നിൽക്കും, പ്രത്യേകിച്ച് പട്ടാളക്കാർ. എന്നാൽ ഇതാ ധീര യോദ്ധാക്കൾ കരയാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരയുന്നു. പട്ടണം തകർന്നത് മാത്രമല്ല, വീടുകൾ കത്തിച്ചത് മാത്രമല്ല, അവരുടെ കുടുംബാംഗങ്ങളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി, ഭാര്യമാരെ കൊണ്ടുപോയി, മക്കളെ കൊണ്ടുപോയി. എല്ലാം നഷ്ടമായവർ ശക്തിയില്ലാതാകുവോളം കരഞ്ഞു. ഇന്ന് പുലരിയിൽ അപ്രതീക്ഷിതമായി നേരിടേണ്ടി വന്ന പ്രതിസന്ധിയുടെ മുന്നിൽ തകർന്ന മനസ്സോടായിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, സകല കാലത്തിനു മുമ്പേ നിന്നെ കണ്ട കർത്താവ് നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയും കാണുന്നുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. കുഞ്ഞെ, ശത്രു തകർത്തെറിഞ്ഞത് നിന്റെ പ്രാർത്ഥനാ ജീവിതമാണോ? ദുഷ്ടൻ കത്തിച്ചു കളഞ്ഞത് നിന്റെ പ്രതീക്ഷകളാണോ? എല്ലാം നശിച്ചു, ഇനി ഒരു നന്മയുടെ വെളിച്ചം കാണാൻ കഴിയില്ലെന്ന് നിരാശയുടെ ചാരക്കൂമ്പാരത്തിൽ തലകുമ്പിട്ടിരിക്കുന്ന ജീവിതമേ, ശത്രു അപഹരിച്ചത്, ദുഷ്ടൻ പിടിച്ചു പറിച്ചത് മടക്കിത്തരാൻ എന്റെ ദൈവം മതിയായവൻ. ആമേൻ. ശത്രു തകർത്തെറിഞ്ഞതിന്റെ ആരോഗ്യത്തെ, ദുഷ്ടൻ നഷ്ടപ്പെടുത്തിയതിന്റെ നന്മകളെ അവന്റെ പൂണിയിൽ നിന്ന് പിടിച്ചെടുത്ത് നിനക്ക് തിരിച്ചു തരാൻ എന്റെ കർത്താവിന് പദ്ധതിയുണ്ട്. സ്തോത്രം. അശുദ്ധി ചോർത്തിക്കളഞ്ഞതിന്റെ അഭിഷേകത്തെ ദൈവം നിനക്ക് തിരിച്ചു തരും. നിരാശ മൂടിക്കളഞ്ഞ പ്രാർത്ഥനാ ജീവിതം ദൈവം നിനക്ക് തിരിച്ചു തരും. ദൈവദാസനെ, കർത്താവ് നിനക്ക് നൽകിയ ഉദ്യോഗമാണ് വചനത്തിന്റെ ശുശ്രൂഷ. എന്നാൽ ചിലരുടെ അസൂയ നിമിത്തം ദൈവമേൽപ്പിച്ച ശുശ്രൂഷ അവഗണനയുടെ മൂലയിലേക്ക് മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയാണോ? കർത്താവിന്റെ ആത്മാവ് ആലോചന പറയുന്നു, അവഗണിച്ചവർ മുൻപിൽ തന്നെ ദൈവമേൽപ്പിച്ച ശുശ്രൂഷയുമായി നിന്നെ എഴുന്നേൽപ്പിക്കാൻ എന്റെ ദൈവം ശക്തനാണ്. സ്തോത്രം. ബലമില്ലാതാകുവോളം അവർ ദൈവസന്നിധിയിൽ ഉറക്കെ കരഞ്ഞു. 6-ാം വാക്യം നോക്കുക. ദാവീദ് വലിയ കഷ്ടത്തിലായി. ഭാര്യമാരും മക്കളും സമ്പത്തും പാർപ്പിടവും എല്ലാം നഷ്ടമായി. പരാക്രമശാലികളായ ധീരന്മാർ സ്ത്രീകളെ പോലെ ഉറക്കെ കരയുന്നു. അതെ, ദാവീദ് വലിയ കഷ്ടത്തിലായി. ആമേൻ. സിക്ലാഗ് തകരുമെന്ന് താൻ ഒരിക്കലും ചിന്തിച്ചതല്ല. മക്കൾ അടിമകളായി തീരുമെന്ന് സ്വപ്നത്തിൽ പോലും നനച്ചതല്ല. ഭാര്യമാരെ ശത്രു വലിച്ചഴയ്ക്കുമെന്ന് കരുതിയിട്ടേയില്ല. നിരവധി മഹായുദ്ധങ്ങളിൽ ശത്രു സൈന്യത്തെ വെട്ടിവീഴ്ത്തിയ ധീരയോദ്ധാക്കൾ ബലമില്ലാതാകുവോളം ഉറക്കെ കരയുമെന്ന് താൻ ഒരിക്കലും കരുതിയ കാര്യമല്ല. ആമേൻ. പ്രതീക്ഷിക്കാത്ത കൊടുങ്കാറ്റ ജീവിതത്തെ കടമുഴകിയിരിക്കുന്നത്. അതേ മക്കളെ, അപ്രതീക്ഷിതമായ പ്രതിസന്ധിയുടെ ജീവിതത്തെ വലയം ചെയ്തപ്പോൾ കരഞ്ഞ് ബലം ക്ഷയിച്ചുവോ? സാരമില്ല. സകല കാലത്തിനു മുമ്പേ നിന്നെ കണ്ടതാണ് എന്റെ ദൈവം. ധൈര്യപ്പെടുക. ചാരക്കൂമ്പാരത്തിൽ നിന്ന് വിജയ സോപാനത്തിലേക്ക് നിന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ എന്റെ ദൈവം മതിയായവൻ. 6-ാം വാക്യം. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തന്റെയും ഹൃദയം താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചതുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അല്പം മുമ്പ് കൂടെ കരഞ്ഞവരായിവർ അഭിഷിക്തനെ എറിയാൻ കല്ലെടുക്കുകയാണിപ്പോൾ. കുഞ്ഞേ, ഇന്നലകളിൽ നിന്റെ സന്തത സഹചാരിയായിരുന്നവർ, നിന്നോടൊപ്പം പ്രാർത്ഥനയിൽ മുട്ടുമടക്കിയവർ, നിന്റെ പോക്കറ്റിൽ നിന്നും അനുവാദം കൂടാതെ പണമെടുത്ത് ഉപയോഗിച്ചവർ, പക്ഷേ ഇത് നിനക്കെതിരെ അപവാദത്തിന്റെ കല്ലെടുത്തുകൊണ്ട് നിൽക്കുകയാണോ? യഹോവയിൽ ധൈര്യപ്പെടുക. തിരുവചനം പറയുന്നു, ദാവീദ് അവൻ തന്റെ ദൈവമായി യഹോവയിൽ ധൈര്യപ്പെട്ടു. ബലം ക്ഷയിക്കുമ്പോളം കരഞ്ഞവനാണ്. എന്നാൽ കൂടെ നിന്നവർ, അവൻ കൂടെ കരഞ്ഞവർ എറിയാൻ കല്ലെടുത്തപ്പോൾ ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഈ നശിച്ചവന്റെ കൂടെ നിന്നതുകൊണ്ടാണ് എന്റെ ഭാര്യ നഷ്ടപ്പെട്ടത്, മക്കളടിമകളായി പിടിക്കപ്പെട്ടത്, ഞാൻ കഷ്ടപ്പെട്ടതുവരെ സമ്പത്തെല്ലാം ശത്രു അപഹരിച്ചത് യവന്റെ കൂടെ നിന്നതുകൊണ്ടാണ്. സ്തോത്രം. എറിയാൻ കല്ലെടുത്തു കൂടെ കരഞ്ഞവർ. എന്റെ പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾക്ക് പുറകിലേക്ക് നോക്കിയാൽ ഈ ജനങ്ങള് അവൻ ദാരിദ്ര്യത്തിന്റെ നട്ടക്കണ്ണിൽ വന്നവരാണ്. നോക്കൂ, അവൻ കടമുള്ളവരായിരുന്നു, ഞെരുക്കമുള്ളവരായിരുന്നു, സന്തുഷ്ടിയില്ലാത്തവരായിരുന്നു. ഇവര് എന്തെങ്കിലുമൊക്കെ ആയെങ്കിൽ അത് ദാവീദിനോട് കൂടെ ചേർന്നപ്പോഴാ. സ്തോത്രം. ദാവീദിനോട് കൂടെ നടന്നതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർ, അവനോടൊപ്പം ആരാധിച്ച് ദൈവകൃപയിൽ നിറഞ്ഞവർ, ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാറ്റടിച്ചപ്പോൾ, പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധി ആഞ്ഞടിച്ചപ്പോൾ അഭിഷിക്തനെ എറിയുവാൻ കല്ലെടുക്കുന്നു. ആമേൻ. നോക്കൂ, അമാലേക്യർ അഭിഷിക്തനെതിരായി, ഒപ്പമുള്ളവരുമെതിരായി, ഭാര്യമാരും മക്കളും നഷ്ടമായി, താൻ ഒറ്റയ്ക്കായി. കുഞ്ഞെ, സാഹചര്യം മുഴുവനും നിനക്കെതിരാണെങ്കിൽ, സപ്പോർട്ട് ചെയ്യാൻ വീട്ടുകാർ പോലും തയ്യാറാകുന്നില്ലെങ്കിൽ, ഒരിക്കൽ അനുകൂലിച്ചവർ ഇന്ന് പ്രതികൂലമായി നിൽക്കുകയാണെങ്കിൽ, നിന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെടുക.
ആമേൻ. കഷ്ടതയുടെ നടുവിൽ, ഒറ്റപ്പെടുത്തേണ്ട നടുവിൽ, കുറ്റപ്പെടുത്തേണ്ട നടുവിൽ, നഷ്ടങ്ങളുടെ നടുവിൽ, വേദനയുടെ നടുവിൽ, നിരാശയുടെ നടുവിൽ, എറിഞ്ഞു വീഴ്ത്താൻ ചുറ്റും കാത്തു നിൽക്കുന്നവരുടെ നടുവിൽ ഡേവിഡ് എൻകറേജ് ഹിംസെൽഫ് ഇൻ ദ ലോർഡ്. ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഹല്ലേലൂയ. താൻ വല്ലാത്ത കഷ്ടത്തിലായപ്പോൾ ബലപ്പെടുത്താൻ ഒരു പുരോഹിതൻ വന്നില്ല, പ്രവാചകൻ വന്നില്ല, പാസ്റ്റർ വന്നില്ല, സഹവിശ്വാസി വന്നില്ല, കൂടെ കരഞ്ഞവർ വന്നില്ല, ഒപ്പം നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവർ വന്നില്ല. ബട്ട് ഡേവിഡ് എൻകറേജ്ഡ് ഹിംസെൽഫ് ഇൻ ദ ലോർഡ്. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ആമേൻ. കുഞ്ഞെ, നിന്റെ പരാതി എന്താ? ഭാര്യ നിന്നെ എൻകറേജ് ചെയ്യുന്നില്ലെന്നാണോ? സ്തോത്രം. ഭർത്താവ് ധൈര്യപ്പെടുന്നില്ലെന്നാണോ? പാസ്റ്റർ നിന്നെ എൻകറേജ് ചെയ്യുന്നില്ലെന്നാണോ? മക്കളെ, നിനക്ക് ദൈവത്തോട് വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ മറ്റാരുടെയും കൈത്താങ്ങലില്ലാതെ യഹോവയിൽ ധൈര്യപ്പെടാം. സ്തോത്രം. ഒന്നുമില്ലായ്മയുടെ നടുവിലും കുഞ്ഞെ നിനക്ക് ക്രിസ്തുവിൽ ധൈര്യപ്പെടാം. നഷ്ടങ്ങളുടെ ചാരം നിന്നെ മൂടിയിരിക്കുമ്പോൾ ക്രിസ്തുവിൽ ധൈര്യപ്പെടാം. കൂടെ നിന്നവർ ഇന്ന് എറിയാൻ കല്ലുമായി നിൽക്കുകയാണെങ്കിലും ക്രിസ്തുവിൽ ധൈര്യപ്പെടാം. കാരണം ലോകത്തെ ജയിച്ചവൻ നിന്നിൽ വസിക്കുന്നു. പ്രിയ സഹോദര, വത്സല സഹോദരി, സ്തോത്രം സ്തോത്രം. മാതാവേ, പിതാവേ, പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിന്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധം എങ്ങനെയുണ്ട്? തലോടി ആശ്വസിപ്പിക്കാൻ ഭാര്യയില്ല, കൂടെ കരയാൻ മക്കളില്ല, ആശ്വാസവാക്ക് പറയാൻ ആരുമില്ല, രാജ്യമില്ല, കൊട്ടാരമില്ല, സിംഹാസനമില്ല, സമ്പത്തില്ല, ആലയമില്ല. ഈ അവസരത്തിൽ ദൈവത്തിൽ ധൈര്യപ്പെട്ട ഹല്ലേലൂയ ഭക്തൻ പറയുന്ന ഒരു വാക്കുണ്ട്. അതിന്റെ 7-ാം വാക്യം, 1 ശമൂവേൽ 30:7, ഏബോദ് കൊണ്ടുവരിക. ഏബോദ് കൊണ്ടുവരിക. അബ്യാഥാർ ഏബോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്താ ഏബോദ്? മഹാപുരോഹിതൻ തന്റെ മറുവിടത്തിൽ വഹിക്കുന്നതാണ് ഏബോദ്. ഉള്ളങ്കി ധരിച്ചു, മേലങ്കി അടിഞ്ഞ്, നടുക്കെട്ടും മുടുക്കെട്ടും ധരിച്ച്, യഹോവയ്ക്ക് വിശുദ്ധമെന്നെഴുതി നെറ്റിപ്പട്ടവും നെറുകയിൽ ചൂടി നിൽക്കുന്ന മഹാപുരോഹിതൻ ഏറ്റവും പുറമെ നെഞ്ചോട് ചേർത്തണിയുന്ന വസ്ത്രമാണ് ഏബോദ്. ഏബോദിൽ 4 നിലകളിലായി 12 രത്നക്കല്ലുകൾ പതിച്ചിട്ടുണ്ട്. ഓരോന്നിലും ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേര് കൊത്തിവെച്ചിരിക്കുകയാ. ഇതിനോട് ചേർത്താണ് ആ മാർപ്പതക്കം. ഈ മാർപ്പതക്കത്തിനുള്ളിൽ വിലമതിക്കാനാവാത്ത 2 രത്നക്കല്ലുകൾ. ഇതിനെ ഉറീമും തുമ്മീമും എന്ന് വിളിക്കുന്നു. അർത്ഥം വെളിപ്പാടും സത്യവും. സ്തോത്രം. അതിപരിശുദ്ധ സ്ഥലത്ത് നിൽക്കുമ്പോൾ മഹാപുരോഹിതൻ തന്റെ ഹൃദയത്തിൽ വഹിക്കേണ്ടതാണ് ഏബോദ്. പക്ഷേ നാടില്ലാത്ത, വീടില്ലാത്ത, ആലയമില്ലാത്ത, രാജ്യമില്ലാത്ത ദാവീദിന്റെ കൂടെയാണ് ഇപ്പോൾ ഏബോദ്. ഇതെങ്ങനെ സംഭവിച്ചു? ഉത്തരം 1 ശമൂവേൽ 23 കാണാം, 6-ാം വാക്യം. അഹീമേലെക്കിന്റെ മകനായ അബ്യാഥാർ ദാവീദിന്റെ അടുക്കൽ ഓടി വന്നപ്പോ ഏബോദും കൂടെ എടുത്തുകൊണ്ട് പോകുന്നതാ. സ്തോത്രം. കൃപയുള്ളവന് ശുശ്രൂഷിക്കാൻ പള്ളിയിൽ അവസരമില്ല. അധികാരിക്ക് ഇഷ്ടമുള്ളവരെ മാത്രം പരിഗണിക്കുന്ന സാഹചര്യം വന്നപ്പോൾ പള്ളിയില്ലെങ്കിലും കൊട്ടാരമില്ലെങ്കിലും അഭിഷേകമുള്ളവനോടൊപ്പം കൂടാൻ ഓടി വന്നതാ. ചെല്ലുന്നിടത്ത് ശുശ്രൂഷിക്കാൻ കഴിയുമെന്നൊന്നും ഇദ്ദേഹത്തിന് അറിയത്തില്ല. എങ്കിലും അബ്യാഥാർ ഏബോദ് കൂടെ കൊണ്ടുപോകുന്നു. ഹല്ലേലൂയ. പള്ളിപ്രമാണിമാർ അശുദ്ധിയിൽ മതിച്ചു പുളച്ച് കാലം കഴിച്ചപ്പോൾ അവരോടൊപ്പം കൂടാൻ നിൽക്കാതെ അബ്യാഥാർ ഏബോദുമായി ആത്മനിറവ് പ്രാപിച്ചവന്റെ അരികിലേക്ക് വന്നു. ശ്രദ്ധിക്കണേ, അശുദ്ധിയിൽ ജീവിക്കുന്നവർ വെളിപ്പാടിന് വില കൽപ്പിക്കത്തില്ല, സത്യത്തിന് വില കൽപ്പിക്കത്തില്ല. അതുകൊണ്ട് വെളിപ്പാടും സത്യവും അടങ്ങുന്ന ഏബോദ്, ഊറീമും തുമ്മീമും വെച്ചിരിക്കുന്ന ഏബോദ് അബ്യാഥാർ വെളിപ്പാടിൽ വിശ്വസിക്കുന്ന ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ആമേൻ. ഒരു വിവർത്തകൻ പറഞ്ഞിരിക്കുന്നത്, ആമേൻ, രാജ്യവും കൊട്ടാരവും നഷ്ടമായെങ്കിലും ദാവീദ് കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കുമ്പോൾ അന്നേരമൊക്കെ തന്റെ മുമ്പിൽ വിരിച്ച പായിൽ ഏബോദ് വയ്ക്കും. എന്നിട്ട് സങ്കടം ബോധിപ്പിച്ച് കരയും. ഞാൻ കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും സങ്കടം ബോധിപ്പിച്ച് കരയും. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ദാവീദിന്റെ പ്രയർ കാർപ്പറ്റായിരുന്നു ഏബോദ്. സ്തോത്രം. കുഞ്ഞെ, പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോൾ, കൂടെ നിന്നവർ എറിയാൻ കല്ലെടുക്കുമ്പോൾ ദൈവത്തോട് സങ്കടം ബോധിപ്പിച്ച് കരയുന്ന സ്വഭാവം താങ്കൾക്കുണ്ടോ? എങ്കിൽ എക്കാലത്തും നീ കരഞ്ഞുകൊണ്ട് നടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. ദാവീദ് പറഞ്ഞു, ഏബോദ് കൊണ്ടുവരിക. ശത്രു എല്ലാം നശിപ്പിച്ചപ്പോൾ വാൾ കൊണ്ടുവരികയെന്നല്ല, സൈന്യത്തെ തയ്യാറാക്കുകയെന്നല്ല, വെളിപ്പാട് നൽകുന്ന, ആലോചന നൽകുന്ന, ദർശനം നൽകുന്ന ഏബോദ് കൊണ്ടുവരിക. വഴി പറഞ്ഞു തരുന്ന ഏബോദ് കൊണ്ടുവരിക. എന്റെ പ്രയർ കാർപ്പറ്റ് കൊണ്ടുവരിക. ദൈവമേ, നീ പറയാതെ ഒരു കാര്യത്തിലും ഞാൻ ഒരു സ്റ്റെപ്പും വയ്ക്കത്തില്ല. സ്തോത്രം. ഇസ്രായേൽ ഗോത്രങ്ങളുടെ പേര് രേഖപ്പെടുത്തിയ ഏബോദ് പുരോഹിതനായ അബ്യാഥാരിന്റെ കയ്യിൽ നിന്ന് കണ്ണുനീരോടെ വാങ്ങി തന്റെ മാറോട് ചേർത്ത് വയ്ക്കും. ഇന്ന് താൻ വാഗ്ദത്ത ദേശത്തല്ലെങ്കിലും ഇസ്രായേല്യർ തന്നെ ശത്രുവായി കാണുന്നെങ്കിലും 12 ഗോത്രങ്ങളെയും നെഞ്ചോട് ചേർത്ത് വെച്ച് താൻ സങ്കടം ബോധിപ്പിച്ച് കരയും. കണ്ണുനീരോടെ പ്രാർത്ഥിച്ചവന്റെ കയ്യിൽ സ്വർഗത്തിലെ ദൈവം ആ 12 ഗോത്രങ്ങളെയും കൊടുത്തു.
എന്റെ കുഞ്ഞെ, നീ പ്രയർ കാർപ്പറ്റിൽ ഇരിക്കുമ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ, ആ വിഷയങ്ങളുടെ മേൽ നീ കൈവയ്ക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം അതിന്മേൽ കൈവയ്ക്കും. യേശുവിന്റെ നാമത്തിൽ നീ കൈവച്ച് അവകാശം പറയുന്ന വിഷയങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ സ്വർഗം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും. യേശുവിന്റെ നാമത്തിൽ. 6-ാം വാക്യം, ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണ് പ്രതികൂലമാഞ്ഞടിക്കുന്നത് പറയാൻ കഴിയില്ല. എന്നാൽ അന്ന് നിനക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ, ആ ചാരക്കൂമ്പാരത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് യഹോവയിൽ ധൈര്യപ്പെടണമെങ്കിൽ നിനക്ക് കർത്താവിനോട് വ്യക്തിപരമായ ബന്ധമുണ്ടാകണം. കുഞ്ഞെ, അന്ന് ബന്ധമുണ്ടാക്കാൻ ശ്രമിച്ചാൽ നടക്കത്തില്ല. ഇപ്പോൾ കർത്താവിനോട് വ്യക്തിപരമായി ബന്ധം സ്ഥാപിക്കണം. മക്കളെ, പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിന്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? കർത്താവിനോടുള്ള വ്യക്തിപരമായ ബന്ധം എങ്ങനെയുണ്ട്? പ്രാർത്ഥിക്കാൻ പോലും കഴിയാത്ത വിധം ബിസിയാണോ? ആരാധനയിൽ പങ്കെടുക്കാൻ തടസ്സം നേരിടുന്നുണ്ടോ? തിരുവചന ധ്യാനത്തിന് സമയം വെറുതിരിക്കുന്നുണ്ടോ? കുഞ്ഞെ, ക്രിസ്തുവിനെ നോക്ക്. പകൽ മുഴുവനും നാടുനീളെ സഞ്ചരിച്ച് സുവിശേഷം അറിയിച്ച് രോഗികളെ സൗഖ്യമാക്കി ഭൂതങ്ങളെ പുറത്താക്കി വിശ്രമം കൂടാതെ ശുശ്രൂഷ ചെയ്ത ദൈവപുത്രൻ എല്ലാ വൈകുന്നേരങ്ങളിലും തന്റെ പിതാവിനോട്, സ്വർഗീയ പിതാവിനോട്, മഹാദൈവത്തോട് സംസാരിക്കാൻ മലമുകളിൽ കയറുമായിരുന്നു. പ്രാർത്ഥനയിൽ രാത്രി മുഴുവനും കഴിക്കുന്ന മകൻ. ഹല്ലേലൂയ. എന്നിട്ടും ഓമനപുത്രന് കിട്ടി അപമാനം, കുറ്റപ്പെടുത്തൽ, ഒറ്റിക്കൊടുക്കൽ, പീഡനം, കുരിശ്. എന്നാൽ അപ്പനോടുള്ള ബന്ധത്തിൽ നിന്ന മകനെ തോൽപ്പിക്കാൻ കുരിശിനായില്ല, മരണത്തിന് പിടിച്ചു വയ്ക്കാനായില്ല. മരണമില്ലാത്തവനായി ദൈവപുത്രൻ മക്കളെ ഇന്നും തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, ഈ കർത്താവിനോട് നിനക്ക് ബന്ധമുണ്ടോ? വ്യക്തിപരമായ ബന്ധമുണ്ടോ? മകൻ അപ്പനോടെന്ന വണ്ണം നീ സ്വർഗീയ പിതാവിനോട് സംസാരിക്കാറുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ ഇന്നു പകലിൽ ദൈവത്തോട് ബന്ധപ്പെടുവാൻ അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കണം. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്ക്. സ്വർഗത്തിലെ അപ്പൻ നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ എഴുതും. 8-ാം വാക്യം, ഏബോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ താൻ ദൈവത്തോട് ചോദിച്ചു, ഞാൻ ഈ പരീക്ഷയെ എത്തിപ്പിടിക്കുമോ? ഉടൻ മറുപടിയാ, പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും. അങ്ങനെയാ ദൈവത്തോട് ബന്ധമുള്ളവൻ ചോദിച്ചാൽ തമ്പുരാൻ മറുപടി വരും. സ്തോത്രം, മറുപടി തരും. ദൈവിക വെളിപ്പാടിൽ വിശ്വസിക്കുന്ന ഭക്തൻ ചോദിച്ചു, അമാലേക്യരെ ഞാൻ പിന്തുടർന്ന് പിടിക്കാൻ എനിക്ക് കഴിയുമോ? ഉടൻ മറുപടിയാ, പിന്തുടരുക, നീ അവരെ എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളും. സഹോദരങ്ങളെ, നിങ്ങൾ എത്ര പേർ ദൈവിക വെളിപ്പാടിൽ വിശ്വസിക്കുന്നു, കർത്താവിന്റെ അരുളപ്പാടിൽ വിശ്വസിക്കുന്നു? അങ്ങനെയെങ്കിൽ ഇന്നത്തെ സന്ദേശം നിന്നോടുള്ള ദൈവത്തിന്റെ അരുളപ്പാടാണ്. നിന്റെ പക്കൽ നിന്നും ശത്രു അപഹരിച്ചതെല്ലാം ഈ നാളുകളിൽ എന്റെ ദൈവം നിനക്ക് തിരികെ തരും. നീ ചിലതൊക്കെ എത്തിപ്പിടിക്കും. സ്തോത്രം. 18-19 വാക്യങ്ങൾ നോക്കൂ. അമാലേക്യർ അപഹരിച്ചതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ, പുത്രന്മാരോ പുത്രിമാരോ ഭാര്യയോ മക്കളോ യാതൊന്നും കിട്ടാതിരുന്നില്ല. ദാവീദ് എല്ലാം മടക്കിക്കൊണ്ടുവന്നു. ആമേൻ. പരാജയത്തിന്റെ വേദന അനുഭവിക്കുന്ന ജീവിതമേ, നിന്നിൽ നിന്ന് ശത്രു അപഹരിച്ചതെല്ലാം വലുതായാലും ചെറുതായാലും ദൈവം തിരിച്ചെടുത്തു തരും. നിനക്ക് ദൈവം തന്ന ജീവിത പങ്കാളി ഇന്ന് പിശാചിന്റെ പിടിയിലായോ, തലമുറയെ ശത്രു വശത്താക്കിയോ, സമ്പത്ത് ദുഷ്ടൻ കൈയടക്കിയോ, ദൈവം തിരിച്ചെടുത്തു തരും. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. സ്തോത്രം. വലുതും ചെറുതും എല്ലാം തിരിച്ചെടുത്തു തരും. വത്സല ദൈവപൈതലേ, കർത്താവിന്റെ ആലോചന പ്രകാരം മാത്രം ചുവടുവയ്ക്കാൻ തീരുമാനിക്ക്. നീ ചെല്ലുന്നിടത്തൊക്കെ കർത്താവ് ജയം തരും. നിരാശയുടെ നടുവിലും അരുളപ്പാട് ചോദിക്ക്. ശത്രു അപഹരിച്ചത് തിരികെ കൊണ്ടുവരുവാൻ ദൈവം നിന്നെ ബലപ്പെടുത്തും. സ്തോത്രം. കേട്ട സന്ദേശം കർത്താവിന്റെ അരുളപ്പാടായി ഏറ്റെടുത്തവരെ സ്വർഗത്തിലെ ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്. പതിവ് പോലെ അടിമാലിയിൽ നിന്നും. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ അലട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ട് അറിയിച്ചാൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.